ചെറി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ വേണ്ട വേണ്ടെന്ന്. ഇപ്പൊ കിട്ടിയില്ലേ? ഇടതാമ പട്ടി, നീയല്ലേടാ പറഞ്ഞത് അതൊന്ന് കാണണം എന്നൊക്കെ. എന്നിട്ടിപ്പോ ഇങ്ങനെയായ നിനക്കിട്ട് വെച്ചിട്ടുണ്ട് പുല്ലേ. എന്തോ അയാള് മാസം ഡയറിയൊക്കെ അടിച്ചപ്പോ നമുക്കും വേണ്ടി കുറച്ച് മാസൊക്കെ. അതുകൊണ്ടല്ല അങ്ങനെ നീ കുറിച്ചല്ലോ എനിക്കറിയുള്ളൂ. പിന്നടാ അവന്റെ ഒരു മാസം മനുഷ്യൻ നാണം വിട്ട് കോളേജിൽ ഇത്ര നാളുണ്ടാക്കിയ ഇമേജ് ഒരൊറ്റ ദിവസം കൊണ്ട് പോയല്ല. വാടവില് നീ മാത്രല്ല നാണം കെട്ടത്, ഞാനും ചേച്ചിമാരില്ലേ. അപ്പൊ പിന്നെന്താ ആണ്. എന്നാലും അടികിട്ടിയെന്ന് എനിക്കില്ലേ? കൂടുതൽ നാണക്കേടേ എനിക്കില്ലേ? എടാ പൊട്ടാ, നീ ഇപ്പൊ വന്നില്ലെങ്കിൽ അവന്മാര് വിചാരിക്കും നീ അവന്മാര് പേടിച്ചിട്ടാണ് കോളേജിൽ വരാത്തേന്ന്. അത് വേണോ? വേണം, നമുക്ക് പോവാം. പിന്നെ എനിക്ക് പേടിയൊന്നുമില്ല. എന്നാ പിന്നെ പോയിട്ടേ ആയുള്ളൂ. വാടാ. എടാ തക്കുടു, ഫുഡ് കഴിച്ചിട്ട് പോടാ. ഒന്നാമതേ വയ്യാത്തതാ നമുക്ക്. വേണ്ടമ്മ, ഞങ്ങളെ ക്യാൻറ്റീനിൽ കഴിച്ചു പോവാം. ഉച്ചക്കുള്ള ഫുഡ് ഞാൻ ആൾമാരുടെ അടുത്ത് കൊടുത്തുവിടാ. വാങ്ങിച്ച് കഴിച്ചേക്കണേടാ മക്കളെ. ദാമു, കേട്ടാ നീ? കേട്ടമ്മ, ഞങ്ങള് വാങ്ങിച്ചോളാം. ശരി. എടി മക്കളെ, അവന്മാര് പോയിട്ടുണ്ട്. അവരുടെ ഫുഡ് എടുത്തു വെച്ചിട്ടുണ്ട്, കൊടുത്തേക്കണം. ആമാ, എന്നാ ഞങ്ങൾ പോണം, ഇങ്ങനെ സമയം വൈകും. ശരി. ദൈവമേ, ഈ കൊച്ചിനെ കൊണ്ട് ഏതോ ഒരു കൊച്ചിന്റെ നടൻ ചവിട്ടി പൊളിച്ചിട്ട് വന്നിരിക്കണോള്. അതെ, എന്നെ തൊട്ടാ ഞാൻ തല്ലും. കാരണം എന്റെ അച്ഛൻ എന്നെ അങ്ങനെയാ പഠിപ്പിച്ചേക്കണത്. അങ്ങനെ തന്നെ വേണം. മേത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട. എന്റെ കൊച്ചു നല്ലത് കൊടുത്തു. പിന്നെ കസേരടുത്തുള്ള കളിയൊന്നും വേണ്ട. അത്ര ഈ അച്ഛന് പറയാനുള്ളതാണ്. നിങ്ങൾ ഒറ്റൊരുത്തനാണ് ഇവിടെ ചെയ്താക്കണത്. അതെ, അവിടെ ഒരു പെൺകൊച്ചാണ്. ഇവിടെ നിന്നെങ്കിലും ഒരു നല്ല ആലോചന വന്ന് ഈ കാര്യങ്ങളൊക്കെ ഇറങ്ങി എന്തായിരിക്കും അവസ്ഥ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒന്ന് പോടി, എന്റെ കൊച്ചിനെ ഞാൻ കെട്ടിച്ചിട്ടോളാം. എന്റെ മോള് സ്വഭാവം ഇഷ്ടപ്പെടുന്ന ഒരുത്തൻ മാത്രം ഞാൻ കൊച്ചിനെ കൊടുക്കുള്ളൂ. പിന്നെ ഭയങ്കര തങ്കപ്പെട്ട സ്വഭാവമുള്ള നിങ്ങളുടെ കൊച്ചിന്റെ. ഭയങ്കരമാണ്. അങ്ങോട്ട് ചെന്നേച്ചാലും മതി, ഇപ്പൊ കിട്ടുമോളെ. എടി രാധു, നീ കൊച്ചിനെ ഇങ്ങനെ പറയല്ലേ. അവിടെ ചെയ്തത് തെറ്റാണ് മോളെ. നീ ആ കൊച്ചിനോട് ഒരു സോറി പറഞ്ഞേക്ക്. ഇനി അതും പറഞ്ഞൊരു പ്രശ്നം വേണ്ട. എന്ത് കാര്യത്തിന്? എന്റെ കൊച്ചു തെറ്റൊന്നും ചെയ്തിട്ടില്ല മോളെ. നീ സോറിയൊന്നും പറയണ്ട. അവന്മാരാണ് തെറ്റ് ചെയ്തത്. അവന്മാര് പറയട്ടെ. അപ്പോഴേ നീ പറഞ്ഞു. എന്റെ വായിന്ന് വെറുതെ വരും കേട്ടാ മോളെ. അങ്ങേക്ക് പ്രാന്താണ്. ഉച്ചമ്മ പറയണ പോലെ കേട്ടാ മതി. അമ്മ, എന്റെ അച്ഛനെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, എന്റെ സ്വഭാവം മാറ്റിക്കരുത്. ഒരച്ഛനും മോളും വന്നേക്കണം. ഇവിടെ കൂടെ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും. വെറുതെ എല്ലാ കൊച്ചു ചീത്താവണത്. അമ്മ, അമ്മക്കെന്താ? ആദ്യം എന്റെ അച്ഛനെ പറഞ്ഞു, നീ ഇപ്പൊ നീ എന്നെ പറയണം. കുട്ടു, അമ്മനോടാണ് ഇങ്ങനെയൊക്കെ പറയണേ. ചേട്ടാ പറയണത് കേട്ടൂടെ? ഞാനാണ് ദേവന് ചീത്താക്കണമെന്ന്. എന്നാലും നോക്കണേ, കാര്യമല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ കുട്ടു, നിങ്ങളുടെ നല്ലത് കിട്ടൂട്ടാ. പിന്നീട് എന്റെ കൊച്ചിനെന്തേലും ചെയ്താലാണ് അപ്പൊ കാണാൻ ബാക്കി. ചേച്ചി മതി. എന്റെ പൊന്നെ, ഇവളുടെ കാര്യത്തിൽ എന്തേലും തീരുമാനാക്ക് നിങ്ങൾ. മോളെ ദേവു, തെച്ചമ്മ പറഞ്ഞ പോലെ സോറി പറഞ്ഞേക്ക്. ഞാൻ അവന്റെ അച്ഛനമ്മനോടൊന്ന് സംസാരിക്കട്ടെ. അതാ നല്ലത്. ആ ചെക്കന്റെ അച്ഛനും അമ്മനൊന്ന് കാണണം. മോനെ ഋതിനെ, ഇവളിനൊരു പ്രശ്നം ഉണ്ടാകാൻ നോക്കിക്കോണേടാ. ആ അമ്മ, അത് ഞാനൊരു ഇതിനും കൂടെ അങ്ങനെ ഏറ്റു. എന്നാ കോളേജിൽ ഞങ്ങളും വരാം. ഫ്രണ്ട്സിനൊന്ന് കാണണം. രാധു, പോയി റെഡിയായി വാ, നമുക്ക് പോവാം. മോളെ, നീ അങ്ങോട്ട് സോറി പറയണ്ട. പപ്പ പറയാം. പപ്പ പറയുമ്പോ പറഞ്ഞാ മതി. അതെന്താ പപ്പ സോറി പറയണ്ടേ? അപ്പൊ
ഞങ്ങൾ ആദ്യം അവന്റെ അച്ഛനും അമ്മനെ ഒന്ന് കാണട്ടെ, എന്നിട്ട് പപ്പ പറയാം. അപ്പൊ മോള് പറഞ്ഞാൽ മതി. ഓക്കെ പപ്പ, ലവ് യു. സാർ, മേ ഐ കം ഇൻ? യെസ്, കമിൻ. ആരാ? എന്താ വന്നേ? സാറിന് മനസ്സിലായോ? ഞാൻ മാധവ്, 96 ബാച്ചിലുള്ളതാ. ഓ, മാധവനായിരുന്നോ? എന്താടാ മാധവ ഇങ്ങോട്ട്? നിന്റെ ബിസിനസ് ഒക്കെ ഇങ്ങനെ പോണു? ബിസിനസ് ഒക്കെ കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. എന്റെ മകളാ ദീക്ഷ മാധവ്. അവളുടെ ഒരു പ്രശ്നം ഉണ്ടായല്ലോ, അത് ഒന്നറിയാൻ വന്നതാ. ആ, നിന്റെ മകളായിരുന്നോ ദീക്ഷ? അവർക്ക് നിന്റെ സ്വഭാവം തന്നെ. എന്താ ഇപ്പൊ വന്ന? ആ ചെക്കൻ്റെ അഡ്രസ് ഒന്ന് തരുമോ? അവന്റെ പാരന്റ്സിനൊന്ന് കണ്ട് സംസാരിക്കാനായിരുന്നു. ഓക്കെ, തരാം. ഇവിടെ പിന്നെ ആ കൊച്ചുങ്ങള് വന്ന് കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാ തന്നെ വിളിപ്പിക്കാഞ്ഞത്. ആ, എന്നാ അഡ്രസ് പിടിച്ചോ. താങ്ക് യു സാർ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ടൊന്ന് പോകണം. ആ, ഓക്കെ ഇടോ. എന്നാ നിങ്ങൾ ചെല്ലി. ശരി. എടി, ഞാൻ വർക്കിലടി, നീ പോയി നോക്ക്. ഓയ് മനുഷ്യനെ കൊണ്ട് എപ്പോ നോക്കിയാലും വർക്ക്. ഹലോ, മാത്യു കുര്യന്റെ വീടല്ലേ ഇത്? അതേലോ. ആരാ? എന്താ വന്നേ? ഇച്ചനെ കാണാനാണോ? ഒന്ന് കാണാൻ വന്നതാ. ഞാൻ മാധവ്, ഇതിന്റെ ഭാര്യ രാധിക. ആണോ? എന്നാ വാ കേറ്, അതോട്ടിരിക്കേ. ഞാൻ ഈ ചായ വിളിച്ചോണ്ട് വരാം, ഇന്നിവിടെ ഇരിക്കേ. ആരാടി വന്നത്? താഴെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നല്ലോ. ആരാ? ആവോ, മാധവനാണെന്നാ പറഞ്ഞത്. എനിക്കറിയില്ല ആരാണ്. നീ പോയി നോക്ക്. മാധവനാ? നീ വന്നേ? മാധവൻ നീയാ? നീ എന്താണ് ഇവിടെ? അവൾ ഈ പേര് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഒരു സംശയം അടിച്ചതാ. എന്താ ഇങ്ങോട്ടൊക്കെ? എടാ മാത്യു, അത് പിന്നെ എന്റെ മോളാ, എന്റെ മോന്റെ നടുവിനിട്ട് ചവിട്ടിയത്. അപ്പൊ അതൊന്ന് പറഞ്ഞ് സംസാരിക്കാൻ വേണ്ടി വന്നതാ. നീയാണെന്ന് അറിയില്ലായിരുന്നു. ആഹാ, ആ പോയി കൂടി നിന്റെ മോളായിരുന്ന? നിന്റെ തേസഭാ. പിന്നെ എന്റെ ചെക്കൻ അങ്ങാട് ചെന്ന് വാങ്ങിയതല്ലേ, കിട്ടണം. പിന്നെ എന്റെ അമ്മനായതുകൊണ്ട് പറയുക, അവനെ ഒരിത്തിരി എടുത്ത് കേട്ടാൻ കൂടുതലാ. എടി, പറഞ്ഞ നിനക്ക് മനസ്സിലായില്ലേ ഇവരാരാണെന്ന്? മനസ്സിലായില്ല. എടി, എപ്പോഴും നമ്മുടെ കോളേജിൽ ആര് കാരണം ഫസ്റ്റ് കിട്ടണേ പാട്ടിലേക്ക് ഇതം കാരണം? എടി, ഇപ്പോഴും നിനക്ക് മനസ്സിലായില്ലേ? എന്നാ ഞാനൊരു പേര് പറയാം, അത് കേട്ട നിനക്ക് എന്തായാലും മനസ്സിലാവും. എടി, നമ്മളെ രാധിക മാധവ് കപ്പിൾസ് ഓർമ്മയില്ലേ? ഇപ്പഴാ ഓർമ്മ വന്നത്. നീ അങ്ങ് തടിച്ചു പോയില്ലോടെ. ഇങ്ങനെ തടിക്കാതിരിക്കും. 2 എണ്ണം പ്രസവിച്ചില്ലേ? അപ്പൊ പിന്നെ എങ്ങനെയാ? നിനക്ക് 2 പിള്ളേരാണല്ലേ, ഒരാണ് ഒരു പെണ്ണ്. എനിക്കിവിടെ 4 എണ്ണം. എന്റെ ദൈവമേ, അവസാനത്തേനെ പ്രസവിച്ച് കഴിഞ്ഞതോടെ എനിക്ക് അങ്ങോട്ട് വണ്ണം വെച്ച്. അവസാനത്ത് തന്നെ 3 കിലോ ഉണ്ടായിരുന്നത്. അതൊക്കെ എന്റെ ദേവി, ജനിച്ചപ്പോ അത് 2.5 കിലോ ഉണ്ടായിരുന്നു. പൊടി കുഞ്ഞടി. ലക്ഷ്മി ചേച്ചി ആർട്ടിച്ചിട്ടുള്ള കാര്യം എന്തായി? എടീ, ചേച്ചിയുടെ വീട്ടിൽ സമ്മതിച്ചോ? ആടി, ഇപ്പൊ അവര് ഞങ്ങളുടെ കൂടെ. നമ്മൾ കല്യാണം കഴിയണ മുമ്പ് വരെ ഞങ്ങൾ ഒരുമിച്ച താമസിച്ചോണ്ടിരുന്നേ. ഈ ബിസിനസിന്റെ ഓരോ ആദ്യത്വങ്ങളൊക്കെ കൊണ്ട് മാധവീട്ടിലും ആദിച്ചേട്ടനും ഒരുമിച്ച് താമസിച്ചു. അതൊക്കെ കഴിഞ്ഞ് കൊച്ചുങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോ ലൂസിക്കും ധൈര്യമാണെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഇതായിപ്പോയി. ഒരിക്കലും ഞങ്ങൾ വീട് മാറിപ്പോയതോടെ നമ്മുടെ ലൂസിനെ കുട്ടുന്ന വിളിക്കണേ. കുട്ടൂന്ന് കൊടുക്കത്തെ പനി, അവൾക്ക് പനിയായിട്ട് 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു വെച്ചേ. എന്നിട്ട് പിന്നെ ഇവരെ പിരിക്കാൻ നോക്കിയിട്ട് പറ്റണ്ടേ. ഇവിടെ കിടന്ന് ഊട്ടിക്കത്തെ കരഞ്ഞ് അവസാനം ആശുപത്രി കൊണ്ടുപോയി. പിന്നെ കൊച്ചുങ്ങളുടെ കാര്യമായതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ തന്നെ ഇങ്ങനെ നിന്നു. ഇവിടെ പിന്നെ മൂത്തവർക്ക് ബിസിനസ് ആണ് കൊടുത്തേക്കണേ. അവർക്ക് പിന്നെ കോളേജും കഴിഞ്ഞു, ഫൈനൽ ഇയർ ആണല്ലോ. അപ്പൊ ഈ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പഠിപ്പിച്ച് അവളുടെ കൊടുക്കാനൊക്കെ പ്ലാൻ. എന്താവോ എന്തോ. ഇത് തന്നെ ഈ ചൈമാരും തീരുമാനം.
അതിനിപ്പോ കോളേജൊക്കെ കഴിഞ്ഞ് ബിസിനസ് ഒക്കെ പഠിച്ചാണല്ലോ അവനിരിക്കണേ. അപ്പൊ അവര് കൊടുക്കാനായിരിക്കും മിക്കവാറും ചായമാരുടെയും തീരുമാനം. അറിയില്ല, അങ്ങനെ പറഞ്ഞത്. എടാ ഞങ്ങളങ്ങ് ഇറങ്ങട്ടെ. ഞാനൊരു ദിവസം മക്കളെയും കൂട്ടി വരാം. ജന്മോടെ സോറി പറയും. എന്തിനാണ് മാധവ സോറിയൊക്കെ? ഞാൻ പറഞ്ഞില്ലേ അവന്റെ കയ്യിലിപ്പ് ഞാൻ കിട്ടി, അതവൻ വേണ്ടതാ. എന്തിനാ വെറുതെ? എടാ അതങ്ങനെയല്ലടാ. ജന്മോന്റെ മനസ്സിലിപ്പോ അതൊരു വിഷമമായിട്ട് കിടപ്പുണ്ട്. ഞാൻ എന്തായാലും വരാം. ശരി ശരിയടാ അമ്മ. ഇനി അവനോട് സോറി പറയണില്ലേ? മാമ പറഞ്ഞായിരുന്നില്ലേ ഇന്നലെ പറഞ്ഞേക്കാൻ? ഇല്ലാടി, പപ്പനോട് ചോദിച്ചപ്പോ പപ്പ പറഞ്ഞത് എന്താ, പപ്പ പോയി അവരുടെ അമ്മനോട് അച്ഛനോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് പറയാ അപ്പ പറഞ്ഞാൽ മതി. എന്നാ ഓക്കെ, ക്ലാസ്സിൽ പോവാം. അല്ലാടി അവന്മാരുടെ ക്ലാസ്സിൽ വന്നിട്ടുണ്ടാവും. 2 ദിവസമായില്ലേ കണ്ടിട്ട്. ആവും 1-2. എവിടെ ഇനി ഈ പ്രശ്നം പറഞ്ഞില്ലേ വേറെ എന്തെങ്കിലും സീനുണ്ടാക്കാൻ രണ്ടുപേരും കൂടെ വരൂടി. ആവും വരുമായിരിക്കാം. അവന്മാരതുകൊണ്ടേ പറയാൻ പറ്റത്തില്ല, സ്വഭാവം എങ്ങനെയാണ്. പിന്നെയും പ്രശ്നം ഉണ്ടാക്കാൻ വരും. ഇനിയിപ്പോ അഥവാ അവന്മാര് വന്നില്ലെങ്കിലും അവന്മാരുടെ ചേച്ചിയെങ്കിലും വരും, ഉറപ്പാണ്. മോളെ അവരുടെ 2 അടി കൊടുത്തെന്ന് വിചാരിച്ചേ നീയൊക്കെ അധികം സമാധാനിക്കണം. നിനക്കിട്ടൊക്കെയുള്ള പണിയെ ഞങ്ങള് തിന്നോളാം. ചേച്ചി ഭീഷണിയാണെങ്കിൽ അത് ഇവിടെ നടക്കില്ല, ഇപ്പോഴേ പറഞ്ഞേക്കാം. കൊടുങ്കാരോട് നീ എന്തോടി വെച്ചു നിന്റെ പേര്? ദീക്ഷ മാധവ്. കൊള്ളാം, നിനക്ക് പറ്റിയ പേര്. നിന്റെ പേരെന്തോടി? എന്നോടല്ലേ? എന്റെ പേര് ലൂസിയ അഭിഷേഷ്. പ്ലീസ് പ്രശ്നം ഉണ്ടാക്കരുത്. ഇതുവരെ ഉള്ളതെല്ലാം മറക്കണം. എനിക്ക് ആർക്കും ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മളെ നീ എന്തുവാടി പറയണേ? ആർക്ക് പ്രശ്നമുള്ളതാ നീ പറയണേ? പ്ലീസ് സ്റ്റോപ്പ് ദ ഷിറ്റ്. ഇത് ഞാൻ കാരണം ഉണ്ടായ പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. ഇനി ഇതിന്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഉണ്ടായാൽ എല്ലാമേ നിനക്കറിയാലോ എന്നെ, എന്റെ സ്വഭാവം മാറും. പിന്നെ അവന്മാരോട് ഇത് പറഞ്ഞേക്ക്. മക്കളെ ചെറി ധ്രുവേ ഇങ്ങോട്ട് വാ. എന്താ ചേച്ചി കാര്യം? ഞാൻ പറഞ്ഞുതരാം. ഞാൻ കാരണം ഉണ്ടായ പ്രശ്നമല്ലേ ഇവിടം വരെ വന്നെത്തിച്ചത്, അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നവും ഇവിടെ വേണ്ട. എങ്ങാനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ചെറി എന്റെ സ്വഭാവം മാറും. പിന്നെ അന്ന് ഞാനൊന്നും മിണ്ടാതിരുന്നത് അതോടെ കഴിയുമെന്ന് വിചാരിച്ചിട്ടാ. പക്ഷെ നീ അത് വിടാതെ പ്രശ്നം പിന്നെയും ഉണ്ടാക്കി. അതുകൊണ്ട് പറയാം, ജസ്റ്റ് സ്റ്റോപ്പ് ദിസ്. അയ്യോ ചേച്ചി, ഐ ആം സോറി. ഞാൻ അറിയാതെ. അതെ, സോറി എന്നോടല്ല പറയണ്ട, അവളോടാ. നീ അന്ന് ഒരു കാര്യവുമില്ലാതെയാണ് ആ കൊച്ചിന്റെ മേത്ത് ഏർപിടിച്ചത്. എന്ത് കാര്യത്തിന്? ഏത് കൊച്ചായാലും മേത്ത് തൊട്ടാ തല്ലും. ഞാനൊക്കെ ഇങ്ങനെ കൊന്നേനെ. എടോ ഐ ആം സോറി, എനിക്കറിയില്ലായിരുന്നു. ഞാൻ അന്ന് എൻ്റെ ചേട്ടൻ ചേച്ചിനെ പിടിച്ച് എഴുന്നേൽപ്പ് കണ്ടപ്പോ തെറ്റിദ്ധരിച്ച് ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചു. അതാ ഇവിടെ വരെയൊക്കെ കൊണ്ടെത്തിച്ച്. പിന്നെ തൻ്റെ മേത്ത് ഞാൻ സമതുലാന്റെ തൊട്ടത്. ഐ ആം വെരി സോറി. ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. സോറിയടോ, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാനിന്ന് തന്നെ അത്രക്ക് അങ്ങോട്ട് ഉപദ്രവിക്കരുതായിരുന്നു. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി എന്തായാലും ഞാനായിട്ട് ഒരു പ്രശ്നത്തിനും ഇല്ല. കോപ്പൻ എന്ത് ഭാവിച്ചിട്ടാ സോറി പറയാൻ പോയത്? ഇത്ര നാളില്ലാത്തൊരു മനമാറ്റം എന്തു പറ്റി? എടാ പൊട്ട, എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഞാൻ ഉണ്ടാവൂന്ന്. എന്തായാലും ഇനി കോളേജിൽ വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റൂല.
സമര ചേച്ചി അങ്ങനെ അറിഞ്ഞ പിന്നെ നമ്മ തീർന്ന്. എടാ പുറത്ത് വെച്ച് പണി കൊടുക്കല, 2 ദിവസം കഴിഞ്ഞ് എക്സാം തീരും. എക്സാം തോട്ടുന്നു. അത് കഴിഞ്ഞാല് ഒരു 27-26 ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ എക്സാം തീർന്നു കിട്ടും. അപ്പൊ പിന്നെ അവളെ പുറത്ത് വെച്ച് നമുക്ക് മുട്ട പണി കൊടുക്കാം. കൊള്ളാം, നല്ല പ്ലാൻ. സമര ചേച്ചി അറിയാതെ നീ നോക്കിക്കോ. എങ്ങാനും പറഞ്ഞ നീ തീർന്നു. കൂടെ പട്ടി വല്ലതും പറ. വാ നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്നിട്ട് വാങ്ങാം. ഇടമോനെ ചക്കടു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ല? നടുവിന് വല്ല പ്രശ്നമാണെങ്കിൽ അമ്മ ഇപ്പൊ കുഴമ്പട്ട് തിരുമ്മി തരാം. ഏയ് എനിക്ക് പ്രശ്നമൊന്നുമില്ല അമ്മ, എന്റെ എല്ലാ കുഴപ്പവും മാറി. എടാ, ഇന്ന് പപ്പയുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവര് നാളെ വരും. എന്നിട്ട് 2 ദിവസം ഇവിടെ നിന്നിട്ടേ പോകുള്ളൂ. ഇവിടെ വല്ല വെണ്ണന്തിരും ഒപ്പിച്ച നല്ലത് ഞാൻ തരും. അവരോട് പോയി പറഞ്ഞേക്ക്. എന്റെ പൊന്നേ, ഞാനൊന്നിനുമില്ലേ, എന്നെ വിട്ടേക്ക്. എടി ദൈവം, കുട്ടു, 2 പേരും താഴോട്ട് വന്നേ. എന്തോ കാര്യം പറഞ്ഞു. എടി അതെ, നാളെ അച്ഛൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോവും. അപ്പോ നീയൊക്കെ മന്നം. പിന്നെ ഞങ്ങളൊന്നുമില്ല. അതെ, മണ്ട എക്സാമാണ്. 2 ദിവസം വീട്ടിൽ നിന്ന് പഠിക്കണം ഞങ്ങക്ക്. ഇത്ര നാളില്ലാത്ത പഠിപ്പൊക്കെ അതെ ഇപ്പൊ വരും. അത് പറ്റൊന്നുമില്ല. നിന്നെയൊക്കെ ഇവിടെ നിർത്തിക്കൊണ്ട് ഞങ്ങ ഇങ്ങനെ അവിടെ പോയി 2 ദിവസം നിൽക്കും. രാധമ്മ, ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾക്കും പഠിക്കണ്ടേ. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ നോക്കിയോളാമാരെ. നിങ്ങ പോയിക്കോ. എടച്ചോ, എന്നാലും എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? ഒരു പേടി. എന്റെ ലച്ചു, എന്തിനെങ്ങനെ പേടിക്കണ? ഒരു കുഴപ്പമുണ്ടാവൂല. എന്താ പിള്ളേരിത്? കോളേജിൽ നിന്ന് വന്നപ്പോ തൊട്ടിരിക്കണ ഇരിപ്പല്ലേ? നിനക്കൊക്കെ കുളിക്കാനൊന്നുമില്ലേ? കുളിക്കടി പോയി. അതൊന്നുമില്ല ചായ, നാളെ പോണ കാര്യം പറഞ്ഞതാ. അപ്പതേ പിള്ളേര് വരണില്ലെന്ന്. വരില്ലെന്നോ? എന്തു പറ്റി ദേവു? അപ്പൊ ഞങ്ങക്ക് എക്സാം ആണ്. പിന്നെ ഞങ്ങ എങ്ങനെ വരും? ഓ, എക്സാം ആയിരുന്നല്ലേ. എന്നാ പിന്നെ നമുക്ക് ഒരു ദിവസം പോകാം. നിങ്ങ എന്തായാലും നാളെ വരണ്ട, ഞങ്ങ പോയിട്ട് വരാം. പപ്പ ഉറക്കം പറഞ്ഞു പോട്ടെ. ചേട്ടാ, ലവ് യു. അമ്മ, ഫോട്ടോ എടുത്ത് വെക്കമ്മ. ദൈവമേ, ഞാനെന്താ കാണേ? ദൈവം, ഞാൻ വിളിക്കാതെ എന്നിട്ട് വേണ്ടേ? എന്താ പറ്റിയത് നിനക്ക്? ഞാനെന്താ പെട്ടെന്ന് കണ്ടോളന്നു. ഞാൻ നോക്കിയാ പെട്ടോണേ. പിന്നെ കിടന്നുറങ്ങാൻ നോക്കിയാണോ? പക്ഷെ ഉറക്കാൻ പറഞ്ഞില്ല. എന്നങ്ങോട്ട് എന്നിട്ട് രാധമ്മേ, ക്ലോക്ക് തെറ്റാണെന്ന് തോന്നണേ. 8 മണിയല്ലേ ആയിട്ടുള്ളൂ. പതിവില്ലാത്ത ആൾക്കാരെ കാണണ്ടല്ലോ. എന്ത് പറ്റി ദേവു? 10 മണി എഴുന്നേക്കത്തോളാണല്ലോ. 8 മണിയായിട്ടുള്ളൂ. എന്തു പറ്റി? അയ്യോ, ഇതിപ്പോ എഴുന്നേറ്റതായ പറ്റും. ഇത് കണ്ടോ? പിന്നെ ഞാനിങ്ങനെ എഴുന്നേറ്റാല് പിന്നെയും കിടന്നുറങ്ങും. എന്നിട്ട് വല്ല 12 മണിക്ക് ഇനി എഴുന്നേറ്റുള്ളൂ. കണ്ടോ നിങ്ങൾ? അയ്യോ, അങ്ങനെ എല്ലാരും കൊച്ചേ. അപൂർവമായ കാഴ്ചയൊക്കെ കണ്ടപ്പോ ഞാൻ ചോദിച്ചതല്ലേ. രാധു, നിങ്ങൾ പിള്ളേരെ എഴുന്നേൽപ്പിച്ചേ. ദേഹു, നീ നേരത്തെ എഴുന്നേറ്റ? കുട്ടൂതി അവിടെ എഴുന്നേറ്റില്ലേ? പറഞ്ഞോളൂ, അവളെ എഴുന്നേറ്റായിരുന്നല്ല. എന്നോട് ഇപ്പൊ വരാന്ന് പറഞ്ഞോളാ. കാണുന്നില്ല. ദേവള് എഴുന്നേറ്റ. എന്നാ വാ, ഫുഡ് കഴിക്ക്. ഞങ്ങളിപ്പോ പോവും. നമ്മുടെ ഫുഡിന്റെ കാര്യമൊക്കെ എങ്ങനെയാണ്? ഫുഡ് അത് ഞാൻ അവിടുത്തെ കൊച്ചിനായി കൊടുത്തേച്ചേക്കാം. അത് കുഴപ്പമില്ല രാധമ്മ, എന്നെ അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. ഞാൻ വന്നേക്കാം ഫുഡ് വാങ്ങാൻ. എന്നാ വന്നാലും മതി. പിന്നെ വല്ലേക്കുമ്പ് രാധമ്മനെ വിളിക്കണടാ. അതെ, ആദ്യം വന്നു. എന്നാ പിന്നെ നമുക്ക് പോവാം. പിള്ളേരെ പോണ്ട, സൂക്ഷിച്ചൊക്കെ ഇരിക്കണേ. മക്കളെ പോട്ടെ, സൂക്ഷിച്ചൊക്കെ ഇരുന്നോളാം. മര്യാദക്ക് പഠിച്ചോളാം. എങ്ങാനും അവന്മാരെ ബുദ്ധിമുട്ടിച്ചാലാണ് 2 കിട്ടും. കേട്ടല്ലോ?
ശരി അമ്മ, പഠിച്ചോളാം. ഞങ്ങൾ ഒരു കൊടുത്തൊക്കെ ഒപ്പിക്കൊന്നുമില്ല. ഞങ്ങൾ പാവങ്ങളല്ല അമ്മ. പിന്നെ പാവമായതുകൊണ്ടാണ് നിന്നോടൊക്കെ പറഞ്ഞത്. നീയൊക്കെ ആയതുകൊണ്ടേ എന്താ ഒപ്പിക്കണേന്ന് പോലും പറയാൻ പറ്റത്തില്ല. മര്യാദക്കൊക്കെ ഇരുന്നാണ്. അവന്മാരെ ഞാനും എന്നെ വിളിച്ചു വരാൻ പറഞ്ഞാലാണ്. അച്ഛന്റെ കുരുട്ടിങ്ങോട്ട് വന്നേ. അച്ഛൻ്റെ മോളെ ഒരു വഴക്കിനും പോരുത് അച്ഛച്ചേട്ടനായിട്ട്, കേട്ടോ? അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ പപ്പനോട് പറഞ്ഞാൽ മതി. പപ്പവനെ കൊടുത്തോളാം. അച്ഛനായിട്ട് ഒരു വഴക്കിനും പോരുത് കേട്ടോ. എപ്പോഴും തെമ്മിൻ്റെ ഉണ്ടാവണം, കേട്ടല്ലോ? പപ്പയുടെ മോള് ചെല്ലി. പപ്പ ഞാനല്ല പപ്പ, ഈ അച്ചു ആവുന്നത് തല്ലി പിടിക്കാൻ പറഞ്ഞേ. ഒരു കാര്യമില്ലാതെ വരും വിക്കട്ട് കയറാൻ. ഞാൻ പറയും പപ്പനോട്. എനിക്കെങ്ങനെ ദേഷ്യം വന്ന് ഞാൻ രണ്ടെണ്ണം കൊടുക്കേ. ദേവൂട്ടി, പപ്പ പോട്ടെ. 2 ദിവസം കഴിഞ്ഞ് വരട്ടോ. മോള് വൃത്തക്കേടൊന്നും ഒപ്പിക്കരുത്. പപ്പയുടെ ദേവൂട്ടിയില്ല പപ്പ. കുരുത്തക്കേട് ഒപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ലവ് പപ്പ. അമ്മ. അയ്യോ അമ്മ, അവര് വന്നു. അയ്യോ അവര് വന്നാ? എന്നാ നീ പോയി കുടിക്കാനും ജലം കൊടുക്ക്. ഞാൻ അവരെ പോയി അകത്തോട്ട് ക്ഷണിക്കട്ടെ. വന്നോ? എന്താണ് മാധവൻ മടിച്ചിക്കണ? വാ കേറ്. പിള്ളേരൊക്കെ എന്ത്? അവര് വന്നില്ലേ? എനിക്ക് അവരെ കാണുന്നുണ്ടായിരുന്നു. ഇല്ലടി, വന്നില്ല. മൺഡേ എക്സാം അല്ലേ, പഠിക്കണേന്ന്. ഇതുവരെ ഇരുത്തും പഠിച്ച് ഞാൻ കണ്ടിട്ടില്ല. എക്സാമിന് 2 ദിവസം മുമ്പ് ഇരുന്ന് പഠിക്കും. എന്റെ പൊന്നോ, ഇവിടെയൊക്കെ ഉണ്ടല്ലോ, സമ്മതിക്കണം. ഇവിടെ എല്ലാം കണക്കൊക്കെ തന്നെ. അവന്മാര് പിന്നെ പഠിച്ചോളൂ. അവന്മാരാണ് പഠിക്കാത്ത, ഇങ്ങനെ നടക്കും. എക്സാം ആയിട്ടെന്തേ ഇപ്പൊ എങ്ങോട്ടോ പോയേക്കാണ്. എപ്പോ വരുമോ? അവളെ നേരെ തിരിച്ചാടി. അവന്മാര് പിന്നെ പഠിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവളമാര് ഇതേവരെ ഞാൻ പഠിക്കാൻ കണ്ടിട്ടില്ല. ഈ മെയിൻ എക്സാമിന്റെ 2 ദിവസം മുമ്പായിരുന്നു പഠിക്കണേ. അതിനു മുമ്പുള്ള എക്സാമിനും പഠിച്ചിട്ടില്ല. എന്ത് ചെയ്യാനാന്ന് പറയാ ഇവിടെയൊക്കെ. പക്ഷെ റിസൾട്ട് വരുമ്പോ ടോപ്പേഴ്സ് ആയിരിക്കും 2 എങ്ങനെ പറ്റണമെന്നാവും നിങ്ങളൊക്കെ കൊണ്ട്. അങ്ങനെ വേണം പിള്ളേര്. ടോപ്പേഴ്സ് അല്ലേടി, അവര് പഠിച്ചോളും. പിന്നെ അവർക്ക് എന്തേലും വായിച്ചു നോക്കിയാൽ തന്നെ അത് മനസ്സിലിരുന്നോളും. അത്ര കഷ്ടപ്പെട്ട് ചിന്തിച്ചെടുക്കൊന്നും വേണ്ടല്ലോ. മൂത്തിയുള്ള കൊച്ചുങ്ങളല്ലേ. എല്ലാവരും ജ്യൂസ് കുടിച്ചിട്ട് നീ സംസാരിക്കും. ജ്യൂസ്. അമ്മ, അവര് വന്നില്ലേ? കാറിന്റെ ഒച്ച കേട്ട. അയ്യോ, അവര് വന്ന. ആന്റി, നിങ്ങൾ പോന്നു? ഇതാ മൂത്തോള് ലാമിയ. ലാമി തക്കടും താമക്കൂട്ടും എവിടെ? അമ്മാരെ വിളിച്ച് എന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറ. എനിക്കൊന്നും അറിയില്ല അവനോടാണ്. അമ്മേ, അങ്ങോട്ട് ചെല്ലേ, ഞാനൊന്ന് അവനെ വിളിക്കട്ടെ. ഹലോ എടാ, കേക്കണുണ്ടോ? ഹലോ. ഹലോ, കേക്കാം. എന്തായി വിളിച്ചത് ഇപ്പൊ? കാര്യം എന്താ? എടാ, എവിടെയാടാ നീയൊക്കെ? നീ എപ്പോഴാ വന്നത്? അവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊരു 11 മണിയൊക്കെ ആവുമ്പോഴേക്കും വരും. അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കും. അറിയില്ല, ചിലപ്പോ 11 മണിക്ക് വരാനാ സാധ്യത കൂടുതൽ. ഇവിടെ രാത്രിയാ? അവരൊക്കെ ഉണ്ടിട്ട് ഇവിടെ? എങ്ങാനും നീ രാത്രി വന്ന് കേരളത്തിൽ പപ്പ കണ്ടാറുണ്ടല്ലോ. അടിച്ച് നിന്റെ തൊട കുളിച്ചപ്പ. ഒരു പിള്ളേര് വിശക്കണില്ലേ? രാത്രിയായി. ചാമ്പ് വാങ്ങിച്ചിട്ട് വാ, ഞാനവിടെ നിൽക്കാം. ലിങ്ങോൾമാരൊറ്റക്കാവില്ലേ? ശരി. അതെ, വർത്തമാനം പറഞ്ഞ് നിൽക്കാതെ ചെല്ലി. വിശന്നിട്ട് വെള്ളം വിശക്കണുള്ളൂ. അമ്മ, കുരിപ്പുകൾക്ക് വിശക്കണമെന്ന് ഫുഡ് എടുത്ത് വെച്ച്, ഇല്ലെങ്കിൽ എണ്ണത്തിന് പറ്റൂ. ആടെ മണി ഞാൻ എടുത്തു വെക്കാം, നീ ഇരിക്കട്ടാ. അമ്മ, നിങ്ങൾ ഫുഡ് എടുത്ത് വെക്കും. ഞാനിവിടേക്കൊന്ന് ചുറ്റിക്കൊണ്ടിരിക്കുമ്പോഴാ ആദ്യമായിട്ട് വന്നല്ലേ. അതാണോ നിന്റെ മോൻ? എന്ത് സുന്ദരനാടി. എന്റെ ലാമിക്ക് തരോടി അവനെ. തരാം, പക്ഷെ ലാമിനെ എനിക്ക് വേണം. ഞാൻ അവളെ അങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെ ഇത് മാത്രല്ല, ഇനിയുണ്ടല്ലോ 3 എണ്ണം. ഹലോ ഇച്ചായ, ഞാനൊന്നേ അവളെ പറയണുണ്ടപ്പോ അവൻ ഉപദ്രവിച്ചെന്ന് വിചാരിച്ചിട്ടാ മനസ്സിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞത്. അവനതൊക്കെ ഇപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിപ്പുണ്ടാവോ?
എന്റെ കൊച്ചു അതൊന്നും ആലോചിച്ച് പേടിക്കണ്ട. ആ പ്രശ്നം കഴിഞ്ഞതല്ലേ. എടി, അവന് നിന്നോടൊരു കുഴപ്പവുമില്ല. അവൻ ഇതുവരെ എന്നോട് അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. അതായത് അവനത് വിട്ട് ഇനി എങ്ങാനും എന്തെങ്കിലും പ്രശ്നം വേണമെങ്കിൽ ഇച്ചാൻ എല്ലാം പ്രശ്നം മാറ്റിത്തരാം. പോരെ? എന്നാ എന്റെ മോള് ചെല്ലി, ഞാനേ പോട്ടെ. ഇരിങ്ങാറ്റങ്ങൾ എന്നെ തിന്നോടി. ശരി എന്നാ. നീയുണ്ടെങ്കിൽ ഉണരും സ്വപ്നം, നീയുണ്ടെങ്കിൽ സ്നേഹം സത്യം, നീ ചേരുന്നൊരു രാപ്പകലാകെ മോഹന സംഗീതം. മോനെ അച്ചു, കണ്ടോടെ നീ വീടൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട? കണ്ടമ്മ, നല്ല വീട്, ഇഷ്ടായി. എന്നാ ഞാൻ പോട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഒറ്റങ്ങളോട് വിശന്നിരിക്കുക. ചെന്ന് കഴിഞ്ഞാൽ കൊല്ലും ഒറ്റങ്ങള്. ഇത്ര നേരമായില്ലേ. ഞാനെന്നാ പോട്ടെ. ശരി. മോനെ നീ പോവാണോ? എന്തുവാണ് നിന്റെ പേര്? അതെങ്ങനെ പറഞ്ഞിട്ട് പോണത്? അതിനെന്നാ ഫുൾ ടൈം അതിനാതിശേഷ്. അമ്മ എന്നെ അച്ചു എന്നാ വിളിക്കണേ. ശരി അമ്മ. എന്നാ ഏതമ്മ? ആന്റി. പോട്ടെ, നാളെ വരാട്ടോ. എടാ മാത്യു, നമ്മുടെ ജേക്കബിന്റെ മോളില്ലേ ലിൻഡ, ആ കൊച്ചിനെ കല്യാണം ഉറപ്പിക്കാൻ പോണേന്നാ പറഞ്ഞേ. കൊച്ചിന് ഇഷ്ടപ്പെട്ട ചെറുക്കം തന്നെയാ. പിള്ളേര് പറഞ്ഞത് അങ്ങനെയാ ഫോണിൽ വിളിച്ചപ്പോ. അവൻ പറഞ്ഞ് ഒരാഴ്ച മുമ്പേ എല്ലാരെയും വിളിക്കണം. അപ്പോ നമുക്ക് അങ്ങോട്ടൊന്ന് പോണ്ടേ? പിന്നെ പോണോല. എന്നോട് ജെറി പറഞ്ഞത് ഞാൻ അറിഞ്ഞു. ജെറിയുടെ കൂടെ പഠിക്കാനാണ് കല്യാണച്ചക്കൻ. എടാ, നമ്മുടെ ബിസിനസ് ഒക്കെ എന്തായാലും ഒരാഴ്ചത്തേക്ക് മാറ്റി വെക്കേണ്ടി വരുമല്ലോ. അതെ, അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോവാത്തത്. പിന്നെ ജേക്കബിന്റെ കൊച്ചിന്റെ ആയതുകൊണ്ട് എന്തായാലും പോവാതിരിക്കാൻ പറ്റൂല. എന്തായാലും പോവാ. എന്താണ് എല്ലാരും കൂടെ ഒരു ചർച്ചയുടെ? ഞങ്ങളിവിടെ മറ്റേ ജേക്കബിന്റെ മോളില്ലേ ലിൻഡ, ആ കൊച്ചിന്റെ കല്യാണത്തിന്റെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു. ആ കൊച്ചിന്റെ കല്യാണം ആയല്ലേ? എന്നാന്നല്ല അറിഞ്ഞു? ആടി, അത് തന്നെ പറഞ്ഞോണ്ടിരുന്ന. ആ കൊച്ചിന്റെ കല്യാണമായി. എന്നാണെന്നൊന്നും അറിയൂല. ജേക്കബ് ഉറപ്പിച്ചൊക്കെ കഴിയുമ്പോ വരെയിരിക്കും. അപ്പൊ അറിയാം. 3 പേരോടാണ്. ഒരാഴ്ച മുമ്പ് തന്നെ പോണം. പിന്നെ ബിസിനസ് അതൊക്കെ ഞങ്ങള് മാറ്റി വെച്ചേക്കും 3 കേട്ടല്ലോ. അത് തന്നെയാണ് ഞങ്ങളിവിടെ പറഞ്ഞോണ്ടിരുന്നത്. ഒരാഴ്ച മുമ്പ് തന്നെ പോണം. നീ എന്തായാലും ലളിതനൊന്ന് വിളിച്ചൊന്ന് ചോദിച്ചേക്ക് അവരുടെ കാര്യം. ഹലോ എടീ, കേക്കണ്ടോ? ഹലോ. ഹലോ. ആടി പറ. കേക്ക. എന്തുവാടി ഇപ്പൊ വിളിച്ചത്? എക്സാമിന് വല്ല ഡൗട്ടും ഉണ്ടോ? എടി, എന്റെ കല്യാണം ഉറപ്പിക്കാൻ പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. നാളെ പൊട്ടൊന്നും കൂടെ പോകും. എന്നിട്ട് പള്ളിയിലും പിന്നെ അമ്പലത്തിലൊക്കെ ചെന്ന് മുഹൂർത്തം നോക്കി കല്യാണം ഉറപ്പിക്കാൻ പോകണേ. ഇപ്പോഴാടി കല്യാണം. ഞങ്ങളൊക്കെ വിളിക്കണോട്ടാ, മറക്കരുത്. പിന്നല്ലാണ്ട് എന്തായാലും വിളിക്കും. എടി, എന്റെ പപ്പയുടെ ഫ്രണ്ട്സ് അല്ലേ എടി നിന്റെ പപ്പ. അപ്പൊ പിന്നെ ഇങ്ങനെ വിളിക്കാതിരിക്കും. പിന്നെ സുഹൃത്ത് ഷാരോണാ ഞാനൊരു കളിക്കിന് സമ്മതിപ്പിച്ചത്. എടി കള്ളി, കോൾ അടിച്ചല്ലോ. എപ്പോഴാ കല്യാണം? എടി, അത് എക്സാം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എന്നാ പറയണേ. ഇനി പള്ളിയിൽ പോയി അച്ഛനോട് സംസാരിച്ച് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യണം. അത് കഴിഞ്ഞ് ഇനി അമ്പലത്തിൽ പോയി മുഹൂർത്തം നോക്കി ശാന്തിനോടും മുഹൂർത്തമൊക്കെ ചോദിച്ചറിഞ്ഞാലേ പറ്റുള്ളൂ. അതൊക്കെ ഞാൻ പറയാ വിളിച്ച്. ഓക്കേ, എന്നാ നാളെ വിളിക്കാം. മൺഡേ എക്സാം ആണ്. ഇത് ആലോചിച്ചിരുന്ന് പഠിക്കാതിരിക്കരുത് കേട്ടാ. എടിക്കുറിട്ട് നിനക്കിട്ട് കിട്ടോട്ടാ. ഓടി, ഞാൻ പഠിക്കണേണ്. ശരി എന്നാ. ഞങ്ങളുടെ കല്യാണം തെറ്റായി. നീ നിന്റെ എപ്പോഴാണാവും? അത് ഓർക്കുന്നാലും പോയി വിളിക്കണം. കാരണം നീ കിട്ടി കഴിഞ്ഞിട്ടേ ആനന്ദാനം കെട്ടണുള്ളൂ. എടീ, കല്യാണം കഴിഞ്ഞാൽ നമ്മ സെപ്പറേറ്റ് ആവൂലടി. എനിക്ക് നിന്നെ പിരിയാൻ വയ്യടി. നമുക്കൊരു കാര്യം ചെയ്തുതരാം. നമുക്ക് ഒരു വീട്ടിൽ നിന്ന് കെട്ടാം. അതല്ലേ നല്ലത്? എന്താണ് മോളെ ഒരു മനം മാറ്റം? ഇതുവരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഒരു വീട്ടിൽ നിന്നൊക്കെ കെട്ടാന്ന്. ഇപ്പൊ എന്താണ്? ഓക്കെ, നമ്മിപ്പോ ഒരു വീട്ടിൽ നിന്ന് കെട്ടാൻ തീരുമാനിച്ചു. പക്ഷെ നമ്മളാരും നോക്കും? അയ്യോടി, ആരും നോക്കാത്ത പോലെയാണ് അവിടെ പറച്ചില് കേട്ടായി കള്ളി. ഈ കഴുതനെ കൊണ്ട്. എടി, ഇപ്പൊ എന്നോട് ആരെങ്കിലും ഇഷ്ടം വന്നാ എനിക്ക് ആ ഇഷ്ടം തിരിച്ചു തോന്നുമോ?
അത് തോന്നിയിട്ടില്ല ഇതുവരെ. ആ പിന്നെ ഞാൻ ഉദ്ദേശിച്ചതേ, ഒരു വീട്ടിൽ നിന്ന് രണ്ടുപേർക്ക് നമ്മളോട് ഇഷ്ടം തോന്നണോ, അതാ ഓർത്തെ. അതെ, അപ്പൊ അങ്ങനെ പറയണം, അല്ലാണ്ട് നോക്കാൻ ആരില്ലെന്നല്ല പറയണ്ട. ഓ എടി അതൊക്കെ വിട്ട് എടി, അവളുടെ കല്യാണത്തിന് നമുക്കൊരു ഡാൻസ് കളിക്കണ്ടേ? പിന്നെ ടെൻഷൻ്റെ കഴിയണം. പിന്നെ നിന്റെ വക ഒരു പാട്ട്, അത് മസ്റ്റാണ്, ഇല്ലാണ്ട് ഞാൻ സമ്മതിക്കില്ല. പിന്നെ സിംഗർ മാധവന്റെ കഴിവ് കിട്ടിയിട്ടുണ്ടല്ലോ. അല്ലടി ഓക്കെ, പാട്ടൊക്കെ പാടാം, പക്ഷെ ഏത് പാട്ട് പാടും? എനിക്ക് പാട്ടൊന്നും കിട്ടണില്ല. എന്നാ ഒരു പാട്ടുണ്ട്, പക്ഷെ ഇംഗ്ലീഷാണ്. ബെസ്റ്റ് പാടില്ല, വേഗം പാടി. അയ്യോ ഇടുപ്പിന്റെ പോലെ ഇവിടെ പാട്ട് പറഞ്ഞു തന്നിട്ട് കൂടി നിന്നു. ഇവിടെ പാട്ടൊക്കെ പിന്നീടും പറയാം. കുട്ടിച്ചായമാരെ കൊണ്ടുകൊടുത്ത പേരെ കിട്ടൂല. ഒന്നാമത്തെ അച്ഛനമ്മ ഇല്ലാത്തതാ, പുറത്തോ നീ വേഗം പാടി. എടി എന്നെ കൂടെ കൊണ്ടുപോയി, ഞാനും പറഞ്ഞടി.